ഹായ്, ഇന്ന് നമ്മൾ നമ്മുടെ കിച്ചണിലുള്ള ഹുഡിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് കാഫിൻ്റെ ഹുഡാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഹുഡാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മോഷൻ സെൻസറുണ്ട്, അതായത് ഫാൻ സ്പീഡ് കൂട്ടാനുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഹൈ സെൻറ്ററിന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും കഴിയും. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഇത് വെക്കുമ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിന് കറക്റ്റ് മുകളിലായിട്ട് തന്നെ വെക്കണം. എന്നാൽ മാത്രമേ ആ സക്കിങ് പവറൊക്കെ കാണുള്ളൂ. പിന്നെ ഇതിലിപ്പോൾ നമുക്ക് ലൈറ്റ് ഇപ്പോൾ ഞാൻ ഓണാക്കി. അതുപോലെ ടൈമറുണ്ട്. ഇപ്പം എല്ലാ വീട്ടിലും ഓപ്പൺ കിച്ചൺ ആയതിൻ്റെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും ഹുഡ്. ഒട്ടും തന്നെ ഇതിൻ്റെ ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴോ സ്മെല്ലോ ഒന്നും കിച്ചണിൽ നിൽക്കില്ല. അതുപോലെ തന്നെ ഇതിലിപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്നതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അതിൻ്റെ ഏറ്റവും താഴെ ഇതുപോലെ ഒരു ചാനൽ പോലെയുണ്ട്. അതിലേക്കാണ് ഇതിങ്ങനെ വലിച്ചെടുക്കുന്ന ഓയിലെല്ലാം അവിടെ കളക്ട് ചെയ്യും. അപ്പോൾ ഓയിൽ നമ്മളെടുത്ത് ക്ലീൻ ചെയ്തതിന് ശേഷം അത് നമുക്ക് തിരികെ വയ്ക്കാം. അതുപോലെ തന്നെ ആ മുകളിൽ കാണുന്ന ആ ഫിൽട്ടർ അതുവഴിയാണ് ഇത് സക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും ആ ഓയിലിരിക്കുന്നത്. ഇപ്പം ഒരു 4 days ഒക്കെ ആയതേ ഉള്ളൂ ക്ലീൻ ചെയ്തിട്ട്. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് നോക്കുമ്പോൾ തന്നെ കാണാം അതിൽ ഓയിൽ. പക്ഷേ താഴത്തെ ആ ഒരു ചാനൽ ഞാൻ പുറത്തെടുത്തപ്പോൾ അതിൽ ഓയിലൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആ 4 days മുന്നേ ക്ലീൻ ചെയ്തത് കൊണ്ടാണ്. പക്ഷേ ആ ഫിൽറ്ററിൻ്റെ അവിടെ ക്ലീൻ ചെയ്യുമ്പോൾ അത്രയും ഓയിലുണ്ട്. അപ്പോൾ ഇത് സക്ക് ചെയ്തെടുക്കുന്ന ഓയിലാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അതിൽ അത്യാവശ്യം മസാലയും എല്ലാം കൂടി ആയിട്ടായിരിക്കും അതിൽ വരുന്നത്. അപ്പം ക്ലീനിങ് പ്രോപ്പറായിട്ട് തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് കുറേ കഴിഞ്ഞിട്ടാകുമ്പോൾ ക്ലീൻ ചെയ്യുന്നത് നല്ല ബുദ്ധിമുട്ടായിരിക്കും.